പ്രതി ഓന്തുഗോപാലൻ ഓന്തുഗോപാലൻ ഓന്തുഗോപാലൻ. നരേന്ദ്രമോദി അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച രാഷ്ട്രീയ അവതാരമാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താ. നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മുതലാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം, നല്ല ചങ്കൂറ്റുവാ, കൂടെ നിൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ക്യാഷ്ലെസ് ഇന്ത്യയെക്കുറിച്ചും വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അതിനിടയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും ഇടയ്ക്കിടെ വിമർശിക്കുകയാണ്. എന്താണ് ഒരു ചേർച്ചയില്ലായ്മ? വിമർശിക്കാം, പക്ഷേ കുത്തി നോവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. കളിയാക്കാം, പക്ഷേ ക്രൂരമായി അദ്ദേഹം കൊഞ്ഞനം കേട്ടയാണ്. എന്ത് പറ്റി രമണ? കേരളയിലല്ല ഓടിക്കാൻ പോകുന്നത്, ഞങ്ങൾ ഓടിക്കാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിനാണ്. ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു വികസന സങ്കല്പമുള്ള പാർട്ടിയാണ്. ഇന്ന് ഇന്ത്യ കാണുന്ന പുരോഗതിയെല്ലാം 2.5 കൊല്ലത്തെ BJP ഭരണം കൊണ്ടുണ്ടായതാണ്. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ഏപ്രിൽ ഫൂൾ അല്ലേ? എന്താണതിൽ RSS പങ്ക്? എന്താണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് BJPക്ക് പങ്ക്? താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്ന് തോന്നാ. ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു വികസന സങ്കല്പമുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം 70 കൊല്ലത്തെ ചരിത്രത്തിൽ 6 പതിറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ചു. ഇന്ത്യയുടെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, IT വ്യവസായത്തിന് അടിത്തറ പാകിയ ഒരു മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ചേരിപ്പെടുത്ത് എന്റെ ചെവിക്കുറ്റിക്ക് അടിക്കണം. ഏയ്, ഞാനതൊന്നും ചെയ്യില്ല. പ്രധാനമന്ത്രി മോദി കള്ളപ്പണം നിരോധിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ പദ്ധതി തീരെ പ്രായോഗികമല്ലാതെ പരാജയമണഞ്ഞിരിക്കുകയാണ്. സൽഗുണന്റെ ജോയിന്റിൽ ഓയിൽ അടിക്കല്ലേ. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും ചിരിച്ചു പോകും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ കോൺഗ്രസിന്റെ ഭരണത്തിലാണ് ഈ രാജ്യത്തെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, IT, ഇൻഫ്രാസ്ട്രക്ചർ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ചതി അല്ല ജയ, വിധിയ. ആരുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ ഒരു നിമിഷം പോരെ. അതിന് അടിത്തറ പാകിയ ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കരുത് എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാ സദാനന്ദന്റെ കൂറ്. എന്റെ മുമ്പിൽ പൊട്ടംകളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. ഏതായാലും നമ്മളല്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. വരട്ടെ, വരട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.